ശ്രദ്ധിച്ചേണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം നമുക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കറുത്ത കണ്ടത്തിൽ വെളുത്ത വിത്ത്. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്നൊരു കുട്ടിക്കഥ കേൾക്കാം. കഥയുടെ പേരെന്താണെന്നറിയോ? എല്ലാം തികഞ്ഞവർ. സ്വന്തം മഹത്വം അറിയാതെ കുറെ കാലങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് നടന്ന ഒരു മയിലിന്റെ കഥയാണ് കേട്ടോ. തന്റെ ശരീരം കൊള്ളാം, പക്ഷെ ശബ്ദം കാശിന് കൊള്ളില്ല. മയിലിന് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു. എങ്ങനെയും നല്ല ശബ്ദം നേടണം, കുയിലിനെ പോലെ നന്നായിട്ട് പാടി നടക്കണം. അതിനെന്താണൊരു വഴി? കുറേ ആലോചിച്ച ശേഷം മയില് ഒരു വഴി കണ്ടെത്തി. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള വനദേവതയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക. ദേവതയോട് തന്റെ ആഗ്രഹം തുറന്നു പറയാ, അത്ര തന്നെ. പിറ്റേ ദിവസം തന്നെ മയില് കാട്ടിലൊരിടത്ത് ഒറ്റക്കാലിൽ നിന്ന് തപസ് തുടങ്ങി. തപസ്സെന്ന് വെച്ചാൽ ജലപാനം കഴിക്കാതുള്ള കഠിനമായ തപസ് തന്നെയായിരുന്നു കേട്ടോ. തപസ് വളരെ നീണ്ടപ്പോ വനദേവത അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മയിലേ, നിന്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ, വനദേവത പറഞ്ഞു. വനദേവതേ, എന്റെ ശബ്ദത്തിന് ഒട്ടും ഭംഗിയില്ല. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ആർക്കും ഞാൻ പറയുന്നത് കേൾക്കാനേ താല്പര്യമില്ല. കുയിലിനെയും വാനമ്പാടിയെയും പോലെ എന്റെ ശബ്ദവും കൽക്കണ്ടം പോലെ മധുരമുള്ളതാവാൻ എന്നെ അനുഗ്രഹിക്കണം. മയില് തുറന്ന് കാര്യം പറഞ്ഞു. അതിനെന്താ, നിന്റെ സ്വരം നന്നല്ലെങ്കിലും കുയിലിനേക്കാളും വാനമ്പാടിയേക്കാളും ഒക്കെ സുന്ദരൻ നീയല്ലേ. നിനക്ക് പാടാൻ പറ്റില്ലെങ്കിലും എല്ലാവരെയും ആകർഷിക്കണ പോലെ ആടാൻ പറ്റില്ലേ? ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആടാൻ, കുയിലിനും വാനമ്പാടിക്കും പാടാൻ, കഴുകന് കരുത്തനാവാൻ, കാക്കയ്ക്ക് ശകുനം കാട്ടാൻ. അങ്ങനെ ഓരോരുത്തരും തനിക്കുള്ള കഴിവിൽ തൃപ്തരാവണം. മറ്റൊരാളുടെ കഴിവ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആരും ഈ ലോകത്ത് തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കണം. ഇതും പറഞ്ഞ് വനദേവത മറഞ്ഞു. വനദേവതയുടെ വാക്കുകൾ മയിലിന്റെ മനസ്സിൽ പതിയെ വെളിച്ചം പകർന്നു. പിന്നീട് ഒരിക്കലും അവൻ തന്റെ ശബ്ദത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടേയില്ല. കഥ ഇഷ്ടായോ? എങ്കിൽ നമുക്ക് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൊട്ടൻകാടിലെ കുറച്ച് കൂട്ടുകാരുടെ കുറെ പരിപാടികൾ കേൾക്കാട്ടോ. ആദ്യം നമുക്കൊരു മലയാളം പ്രസംഗം കേൾക്കാം. ജിയ അന്ന ജിനേഷ് ആണേ പറയണേ. പച്ച വിരിച്ച പുൽമേടുകൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ, തെളിനീരരുവികൾ, കളകളാരവത്തോടെ പാറിപ്പറന്നു നടക്കുന്ന കിളികൾ, കൂത്താടി നടക്കുന്ന മൃഗങ്ങൾ, വിദേശികൾ പോലും അത്ഭുതത്തോടെ കൗതുകത്തോടെ, എന്തിന് തെല്ലൊരു അസൂയയോടെ നോക്കിക്കണ്ടു ഈ പ്രകൃതി സൗന്ദര്യം. കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഹരിതാഫ ദൈവത്തിന്റെ സ്വന്തം നാടെന്നവർ കേരളത്തെ വിശേഷിപ്പിച്ചതിന്റെ കാരണവും മറ്റൊന്നുമല്ല. എന്നാൽ ഈ തളിമ, ഈ പ്രകൃതി സൗന്ദര്യം ഇന്നിവിടെ. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. കേരളത്തിന്റെ ജലാശയങ്ങളിലേക്ക്, പൊതുനിരത്തുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊന്നുമല്ല, മാലിന്യ കൂമ്പാരങ്ങളാണ്. കശാപ്പുശാലകളിൽ നിന്ന്, പച്ചക്കറി കടകളിൽ നിന്ന്, ആശുപത്രികളിൽ നിന്ന്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന്, ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന്, എന്തിന് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പോലും വലിച്ചെറിയാൻ നാം തിരഞ്ഞെടുക്കുന്നത് പൊതുനിരത്തുകളെയാണ്, അല്ലെങ്കിൽ ജലാശയങ്ങളെ. ഇത്തരം മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? മണ്ണും ജലവും വായുവും മലിനമാകുന്നു. രോഗാണുക്കൾ പെരുകുന്നു. പകർച്ചവ്യാധികൾ പരക്കുന്നു. പൊതുജന സൗകര്യത്തിനായി ഒരുക്കിയിരിക്കുന്ന ശൗചാലയങ്ങളിൽ കണ്ണും മൂക്കും പൊത്തിയല്ലാതെ കയറാനാകുന്നുണ്ടോ? പൊതുസ്ഥലത്ത് പുക വലിക്കരുതെന്നും തുപ്പരുതെന്നുമൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, ഇത്തരം ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാരുടെ കുറ്റമാണ്? ആരുടെ നേരെയാണ് നാം വിരൽ ചൂണ്ടുന്നത്? നമ്മുടെ നേരെ, നാം ഓരോരുത്തരുടെയും നേരെ. പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് നാം കുതിച്ചുയരുമ്പോൾ, പരിഷ്കാരത്തിന്റെ അതിപ്രസത്തിലേക്ക് മുന്നേറുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. മാലിന്യത്തിന്റെ കൂമ്പാരത്തിലേക്കാണ് നാം കൂപ്പ് കൂത്തുന്നതെന്നും ഇന്നലെയുടെ പ്രകൃതിയെ നാളെയുടെ മക്കൾക്ക് വേണ്ടി ശുചിയായി സൂക്ഷിക്കേണ്ടതുണ്ടെന്നും നാം ഓർക്കണം. അതെ, സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ശുചിത്വം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കോടികൾ ചെലവഴിക്കുകയല്ല, മറിച്ച് നാളത്തെ പൗരന്മാരായ ഇന്നത്തെ കൊല്ലുകളെ ശുചിത്വശീലങ്ങൾ അഭ്യസിക്കുകയാണ് വേണ്ടത്. വ്യക്തിത്വത്തിന്റെ വിത്ത് മുളച്ച് വളർന്നു തുടങ്ങുന്ന ബാല്യത്തിൽ തന്നെ സ്വന്തം ശരീരവും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും മുറികളുമെല്ലാം സ്വയം ശുചിയാക്കുന്ന ശീലത്തിന് വിത്ത് പാകിക്കൊടുക്കാം. അങ്ങനെ ശുചിത്വമുള്ള ശുദ്ധമായ പ്രകൃതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശുചിത്വം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകട്ടെ. മാലിന്യരഹിതമായ നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഒരു കവിത കേട്ടാലോ? ബെനറ്റ് മരിയ സിബി ആണ് കേട്ടോ ചൊല്ലണേ. ദൂരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ട
മുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു. ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെയൊന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാദകം. പോക്കുവെയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നിസർപ്പം. മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണമൊരു തുള്ളിയായി അണുപ്രഹരമായി. ഉപ്പുകല്ലൊന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർപ്പിറക്കൂ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്തു മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്തു മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെ ഉണങ്ങുന്ന വാകകൾ. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതിപ്പക. ഇത് കടലുടുത്തര ദ്വാരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ. ഇത് കടലെടുത്തൊരാ ദ്വാരകാപുരിയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ. ആരുടേതാണുടഞ്ഞൊരീ കനവുകൾ? ആരുടച്ചതാണീ കനൽ ചിമിഴുകൾ? ആരുടേതീ നിരാലംബ നിദ്രകൾ? ആരുറക്കി ശാന്തതീരസ്മൃതി? നീ ജലാദ്രി തമോഗർത്ത സന്തതി, നീ ജലാദ്രി തരംഗരൂപിപ്പക. നീ ജലാദ്രി തമോഗർത്ത സന്തതി, നീ ജലാദ്രി തരംഗരൂപിപ്പക. അലറി ആർത്തണയുന്ന തിരതമോഗർത്തത്തിലടവച്ചു വിരിയിച്ച മൃതി വിളിച്ചു. അലമുറകളാർത്തനാദങ്ങൾ അശാന്തികൾ അവശിഷ്ടമജ്ഞാത മൃതചിന്തകൾ.
അങ്കുലീയാഗ്രത്തിൽ നിന്നൂർന്നു തിര തിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ. അങ്കുലീയാഗ്രത്തിൽ നിന്നൂർന്നു തിര തിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ. ഇനി എത്ര തിര വന്നു പോകിലും എൻ്റെ കനൽ മുറിവിൽ നിൻമുഖം മാത്രം, എൻ്റെ ശ്രവണികളിൽ നിൻ തപ്ത നിദ്ര മാത്രം. തൊട്ടിലാട്ടുന്ന താരാട്ടു കയ്യുകൾ, കെട്ടിയമ്മിഞ്ഞ മുത്തുന്ന മാറുകൾ, കവിളിലാരാണു തഴുകുന്നതീ കുളിർ. കടലുമാതാവു ഭ്രാന്തവേഗത്തിലോ അരുതു കാട്ടി കുറുമ്പു കാട്ടേണ്ടൊരി തരള ഹൃദയത്തുടിപ്പസ്തമിച്ചുവോ, നിഴലു കെട്ടിപ്പുണർന്നുറങ്ങുന്നുവോ, പുലരി കാണാ പകൽക്കിനാ ചിന്തുകൾ. ഇന്നലെ ഹിന്ദുവായി ഇസ്ലാമിയായി നാം കൊന്നവർ, കുന്നായ്മ കൂട്ടായിരുന്നവർ, ഇന്നൊരേ പുഴിയിൽ കുമിഞ്ഞവർ, അദ്വൈത ധർമ്മമാർന്നുപ്പു നീരായലിഞ്ഞവർ. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. ഇരുകൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതിപ്പക. അരുമക്കിടാങ്ങളുടെ കുരലു ഞെക്കിക്കൊന്ന സ്ഥിരചിത്തയല്ലാത്തൊരമ്മയെപ്പോൽ, കടലിതാ ശാന്തയായോർമകൾ തപ്പുന്നു, ഒരു ഡിസംബർ ത്യാഗതീരം കടക്കുന്നു. അരുമക്കിടാങ്ങളുടെ കുരലു ഞെക്കിക്കൊന്ന സ്ഥിരചിത്തയല്ലാത്തൊരമ്മയെപ്പോൽ, കടലിതാ ശാന്തയായോർമകൾ തപ്പുന്നു, ഒരു ഡിസംബർ ത്യാഗതീരം കടക്കുന്നു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ആൻതെരേസ് തങ്കച്ചനൊരു നാടൻ പാട്ട് പാടാൻ പോവാ, അതുകൂടി കേക്കാം. ശ്രീ മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ പൂരം നക്ഷത്രം തീണ്ടിപ്പിറന്ന നന്തൂട്ടനും നാവോറു പാടുന്നേ. ശ്രീ മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവേറു പാടുന്നേ. ശ്രീ മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവേറു പാടുന്നേ. മിറ്റത്തോ ഉണ്ണീടെ പറ്റാടി കാണാനും കാലേ ചെറുപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ. ശ്രീ മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നാവേറു പാടുന്നേ. പെറ്റോരു നാൾ തൊട്ടേ 6-ാം മാസത്തിങ്കൽ ഇട്ടോരു പേരാ
ശശി വീട്ടോർക്കും അരുമക്കീടാവാണ് ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നവേറു പാടും നാവൂറു പാടുന്ന നിരത്ത് നാഗങ്ങളും ദേവകൂലങ്ങളും ഉണരുണര് ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നവേറു പാടും നാഗശാപങ്ങളും കണ്ണേറും കരിനാക്കും നിജദോഷങ്ങളും പടി ഒഴിക്കും ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നവേറു പാടും ഓമന ഉണ്ണീടെ നവേറു പാടും ഓമന ഉണ്ണീടെ നവേറു പാടും ഒരു നാക്കുവിളക്ക് തൂക്കുവിളക്ക് 4 തിരിയിട്ട വഴ്ത്തുന്ന നേരം താനും തറവാടും സന്തതിയും കുന്നത്തു വെച്ച വിളക്കുപോലെ വാഴ്ക നാഗരാജാക്കളെ നാഗകന്യാക്കളെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കറുത്ത കണ്ടത്തിൽ വെളുത്ത വിത്ത്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? നക്ഷത്രങ്ങൾ. അപ്പൊ ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പോ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ എല്ലാരും സന്തോഷായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.